ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാ സ്വകാര്യ സ്കൂളുകളും 2025-26 അധ്യയന വർഷം നിർബന്ധമായും രക്ഷിതാക്കളുമായി കരാർ ഒപ്പിടണമെന്ന് അബുദാബി വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. വിദ്യാർത്ഥികളുടെ പ്രവേശനം അല്ലെങ്കിൽ തുടർ പഠനം ഉറപ്പാക്കുന്നതിന് മുമ്പ് ഈ കരാർ ഒപ്പിടണം. സ്കൂളുകളും രക്ഷിതാക്കളും തമ്മിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഈ കരാറിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഇത് ലംഘിക്കുന്ന സ്കൂളുകൾക്കെതിരെ രക്ഷിതാക്കൾക്ക് പരാതിപ്പെടാം. സുതാര്യത ഉറപ്പാക്കുക, വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുക, പഠന അന്തരീക്ഷം മെച്ചപ്പെടുത്തുക എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. രക്ഷിതാക്കൾ നൽകുന്ന പരാതി പരിശോധിച്ച് നിയമലംഘനങ്ങൾ നടന്നെന്ന് കണ്ടെത്തിയാൽ നടപടികൾ സ്വീകരിക്കുകയും പിഴ ഈടാക്കുകയും ചെയ്യും. അബുദാബി വിദ്യാഭ്യാസ വകുപ്പാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. 2025-26 അധ്യയന വർഷം മുതൽ എല്ലാ സ്വകാര്യ സ്കൂളുകളിലും രക്ഷിതാക്കളുമായി ഒരു വാർഷിക കരാർ നിർബന്ധമാക്കാൻ അബുദാബി വിദ്യാഭ്യാസ വിജ്ഞാന വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളിൽ നല്ല പെരുമാറ്റം വളർത്തിയെടുക്കുക, നല്ല സ്കൂളിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക, ഡിജിറ്റൽ ലോകത്ത് എങ്ങനെ പെരുമാറണം, സാംസ്കാരിക വിഷയങ്ങളിലെ നിലപാട് എന്തായിരിക്കണം എന്നിവയെല്ലാം കരാറിൽ ഉൾപ്പെടുന്നു. സ്കൂളുകളും രക്ഷിതാക്കളും തമ്മിൽ പാലിക്കേണ്ട കാര്യങ്ങളും കരാറിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. രക്ഷിതാക്കൾക്ക് കൃത്യസമയത്ത് വിവരങ്ങൾ നൽകാനും കൗൺസിലർമാർ, സോഷ്യൽ വർക്കർമാർ തുടങ്ങിയ ജീവനക്കാരുമായി സംസാരിക്കാനുമുള്ള അവസരം ഒരുക്കാനും സ്കൂളുകൾ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിന് മുമ്പായിരിക്കും രക്ഷിതാക്കൾ ഈ കരാറിൽ ഒപ്പുവെക്കേണ്ടത്. ആരോഗ്യകരമായ ഭക്ഷണം, പഠന പുരോഗതി, കൗൺസിലർമാർ തുടങ്ങിയ ജീവനക്കാരുമായുള്ള ബന്ധം എന്നിവയെക്കുറിച്ചും സ്കൂളുകൾ രക്ഷിതാക്കളെ അറിയിക്കണം. തുടർച്ചയായ വിവര കൈമാറ്റം രക്ഷിതാക്കൾക്ക് ഉറപ്പാക്കാൻ അബുദാബി വിദ്യാഭ്യാസ വിജ്ഞാന വകുപ്പ് സ്കൂളുകളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇമെയിൽ ഉപയോഗിച്ചോ SMS ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ചോ കത്തുകൾ ഉപയോഗിച്ചോ രക്ഷിതാക്കളെ സ്കൂൾ അധികൃതർ വിവരങ്ങൾ അറിയിച്ചിരിക്കണം. അടിയന്തര സാഹചര്യങ്ങളിൽ രക്ഷിതാക്കൾക്ക് അറിയിപ്പുകൾ നൽകാൻ ഒരു പൊതു സംവിധാനം ഉണ്ടായിരിക്കണം. അധ്യാപകർ രക്ഷിതാക്കളുമായി എപ്പോഴും ബന്ധം പുലർത്തണം. പഠന സംബന്ധമായോ അല്ലാതെയോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്കൂൾ അധികൃതർ രക്ഷിതാക്കളെ അറിയിച്ചിരിക്കണം. UAE-യിലെ ഗാർഹിക തൊഴിലാളികളുടെ നിയമന പ്രക്രിയ ലളിതമാക്കുന്നതിനായി മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. ഇത് നിരവധി പ്രധാന ഉത്തരവാദിത്തങ്ങൾ തൊഴിലുടമകളിൽ നിന്നും ലൈസൻസുള്ള റിക്രൂട്ട്മെന്റ് ഏജൻസികളിലേക്ക് മാറ്റുന്നതാണ്. നടപടിക്രമങ്ങൾ കാര്യക്ഷമമാക്കുക, സേവന നിലവാരം മെച്ചപ്പെടുത്തുക, തൊഴിലുടമകൾക്കും തൊഴിലാളികൾക്കും മികച്ച പിന്തുണ ഉറപ്പാക്കുക എന്നിവയാണ് പുതുക്കിയ നിയമങ്ങൾ ലക്ഷ്യമിടുന്നത്. പുതുക്കിയ ചട്ടങ്ങൾ പ്രകാരം തൊഴിലുടമകൾക്ക് വേണ്ടി വിവിധ സേവനങ്ങൾ റിക്രൂട്ട്മെന്റ് ഏജൻസികൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അതിൽ മന്ത്രാലയത്തിന് അപേക്ഷകൾ ഇലക്ട്രോണിക്കായി സമർപ്പിക്കൽ, സ്വീകരിക്കൽ, അച്ചടിക്കൽ, മെഡിക്കൽ പരിശോധനകളിൽ സഹായം നൽകൽ, എമിറേറ്റ്സ് ID കാർഡുകൾ നൽകൽ എന്നിവ ഉൾപ്പെടുന്നു. പഴയതിൽ നിന്നും വ്യത്യസ്തമായി ചില അധിക ജോലികൾ ഏജൻസികൾ പുതുതായി ചെയ്യേണ്ടതുണ്ട്. ഒന്നാമതായി, തൊഴിലിന് മുമ്പുള്ള അഭിമുഖങ്ങൾ വാഗ്ദാനം ചെയ്യുക, തൊഴിലാളികളെ അവരുടെ റോളുകൾക്കായി പരിശീലിപ്പിക്കുക, റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ഗാർഹിക തൊഴിലാളികൾക്ക് അനുയോജ്യമായ താമസ സൗകര്യം ഒരുക്കുക എന്നിവയാണ് അധിക ഉത്തരവാദിത്തങ്ങൾ. ഈ മെച്ചപ്പെടുത്തിയ സേവനങ്ങൾ ഏജൻസികൾ വ്യക്തമായി രൂപപ്പെടുത്തുകയും അവരുടെ ലൈസൻസുള്ള പ്രവർത്തനങ്ങളുടെ പരിധിയിൽ ഔപചാരികമായി ഉൾപ്പെടുത്തുകയും ചെയ്യണമെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ദുബൈയിലെയും ഷാർജയിലെയും 18 പാർക്കിംഗ് ഏരിയകൾ അടുത്ത ആഴ്ച മുതൽ സ്മാർട്ട് പാർക്കിംഗ് സിസ്റ്റം നടപ്പിലാക്കുന്നു. ഇവിടെ ആളുകൾക്ക് വാഹനങ്ങളുമായി വരാം, പാർക്ക് ചെയ്യാം, തിരികെ വന്ന് വാഹനവുമായി പോകാം. വാഹനം തടയാൻ ഗേറ്റിനു മുമ്പിലെ വലിയ ക്യൂവോ പാർക്കിംഗ് ടിക്കറ്റോ ഒന്നുമില്ലാതെ വാഹനം പാർക്ക് ചെയ്യാം. UAE-യിലെ ഏറ്റവും വലിയ സ്വകാര്യ പാർക്കിംഗ് ഓപ്പറേറ്ററായ പാർക്കോണിക് ദുബൈയിലെ റോഡ് ടോൾ ഓപ്പറേറ്ററായ സാരിക്കുമായി ചേർന്നാണ് പുതിയ സ്മാർട്ട് പാർക്കിംഗ് സിസ്റ്റം നടപ്പിലാക്കിയിരിക്കുന്നത്. 18 പുതിയ സ്ഥലങ്ങളിൽ ഇത് പ്രവർത്തനക്ഷമമാകുമെന്ന് അധികൃതർ പ്രഖ്യാപിച്ചു. പാർക്കിംഗ് ഫീസ് സാലിക് അക്കൗണ്ട് വഴി ഈടാക്കുന്ന ഓട്ടോമാറ്റിക് പാർക്കിംഗ് പേയ്മെന്റ് സംവിധാനമാണ് ഇതിൻ്റെ സവിശേഷത. സാലിക്കിൻ്റെ പേയ്മെന്റ് സിസ്റ്റം പാർക്കോണിക്കിൻ്റെ സ്മാർട്ട് പാർക്കിംഗ് സാങ്കേതിക വിദ്യയുമായി സംയോജിപ്പിക്കുന്നത് ഒരു യഥാർത്ഥ കോൺടാക്ട്ലെസ് പാർക്കിംഗ് അനുഭവത്തിന് വഴിയൊരുക്കുന്നു എന്ന് അധികൃതർ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഉപയോക്താക്കൾക്ക് പാർക്കോണിക് ആപ്പ് വഴി പണമടക്കാം.
ഓൺസൈറ്റ് QR കോഡ് സ്കാൻ ചെയ്യാം. മുൻകൂർ പണം അടച്ചില്ലെങ്കിൽ സാലക് അക്കൗണ്ടിൽ നിന്നും പാർക്കിംഗ് ഫീസ് സ്വയമേ കുറയുന്ന സംവിധാനവും സ്വീകരിക്കാം. പുതിയ സംവിധാനം നിലവിലുള്ള പാർക്കിംഗ് നിരക്കുകളെ ബാധിക്കില്ലെന്നും കൂടുതൽ കാര്യക്ഷമമായ ഉപയോക്തൃ അനുഭവത്തിനായി ഇത് പേയ്മെന്റ് പ്രക്രിയ ലളിതമാക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും അധികൃതർ അറിയിച്ചു. കുടുംബത്തോടൊപ്പം സഞ്ചരിക്കവേ വാഹനം ഒട്ടകത്തിലിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലിരുന്ന കൊല്ലം സ്വദേശി ഒമാനിൽ മരണപ്പെട്ടു. താമരക്കുളത്തെ ജോസഫ് വിക്ടറാണ് മസ്കറ്റ് ഗുബ്രയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടത്. കഴിഞ്ഞ മാസം 26-ന് രാത്രിയിൽ ഇബ്രിയിൽ നിന്നും സൗദിയിലേക്ക് പോകുന്ന പാതയിൽ സഫയിൽ എത്തുന്നതിന് മുമ്പായിരുന്നു അപകടം. കൂടെയുണ്ടായിരുന്നവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഗുരുതരമായി പരിക്കേറ്റ ജോസഫ് വിക്ടറിനെ ആദ്യം ഇബ്രി ആശുപത്രിയിലേക്കും പിന്നീട് ഗുബ്രയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു. ഇബ്രി അപ്ലൈഡ് സെയിൽസ് മെയിൻ്റെനൻസ് സൂപ്പർവൈസറായിരുന്നു ഇദ്ദേഹം. അമേരിക്ക ഇറാൻ ആണവ ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിച്ച ഒമാനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നന്ദി അറിയിച്ചു. സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിനെ ഫോണിൽ വിളിച്ചാണ് ഒമാന്റെ ശ്രമങ്ങളെ ട്രംപ് പ്രശംസിച്ചത്. അടുത്ത ശനിയാഴ്ച മസ്കറ്റിൽ US ഇറാൻ രണ്ടാം ഘട്ട ചർച്ച നടക്കുമെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മസ്കറ്റിൽ നടക്കുന്ന US ഇറാൻ രണ്ടാം ഘട്ട ചർച്ചകൾക്ക് മുന്നോടിയായാണ് ട്രംപ് ഒമാൻ സുൽത്താനെ ഫോണിൽ വിളിച്ചത്. സംഭാഷണത്തിനിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന് ട്രംപ് നന്ദിയും അറിയിച്ചു. അമേരിക്കയും ഇറാനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ ഒമാന്റെ ശ്രമങ്ങളെയും അദ്ദേഹം പ്രശംസിച്ചു. ഉദ്ദേശിച്ച ഫലങ്ങൾ കൈവരിക്കുന്നതിനായി ഈ ചർച്ചകളെ പിന്തുണയ്ക്കുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. കഴിഞ്ഞ ശനിയാഴ്ച മസ്കറ്റിൽ ഒമാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ ഹമദ് അൽ ബുസൈദി മധ്യസ്ഥതയിലായിരുന്നു 2.5 മണിക്കൂർ നീണ്ടുനിന്ന ചർച്ച ക്രിയാത്മകവും സൃഷ്ടിപരവുമായിരുന്നു എന്നാണ് അമേരിക്കയും ഇറാനും വ്യക്തമാക്കിയത്. ചർച്ചയ്ക്ക് വേദിയൊരുക്കിയ ഒമാനെ പ്രശംസിച്ച് വിവിധ ലോകരാജ്യങ്ങളും രംഗത്തെത്തിയിരുന്നു. അതേസമയം അമേരിക്കയും ഇറാനും തമ്മിലുള്ള രണ്ടാം ഘട്ട ആണവ ചർച്ചകൾ മസ്കറ്റിൽ തുടരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വക്താവ് എസ്മയിൽ ബഗായ് പറഞ്ഞതായി ഇറാൻ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. UAEയിലുള്ള ക്യാൻസർ രോഗികൾക്ക് വൻ ആനുകൂല്യങ്ങളോടെയുള്ള പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ലൈഫ് ഇൻഷുറൻസ് കമ്പനിയായ മെറ്റ് ലൈഫ് ഒരാൾക്ക് ക്യാൻസർ രോഗബാധ സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞതു മുതലുള്ള ചികിത്സ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ഈ പദ്ധതി വാഗ്ദാനം ചെയ്യുന്നു. രോഗചികിത്സയ്ക്ക് ആവശ്യമായ മികച്ച സൗകര്യങ്ങൾ ഒരുക്കുന്നതിനോടൊപ്പം ഹോം കെയർ സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നത് വരെയുള്ള സമഗ്രമായ സപ്പോർട്ട് പ്രോഗ്രാമാണ് മുൻനിര ലൈഫ് ഇൻഷുറൻസ് സ്ഥാപനങ്ങളിലൊന്നായ മെറ്റ് ലൈഫ് ഗൾഫ് മേഖലയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രവാസികൾ ഉൾപ്പെടെയുള്ളവരെ ലക്ഷ്യമിട്ടാണ് പുതിയ പദ്ധതി നടപ്പിലാക്കുന്നത്. ഓരോ രോഗിക്കും ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കാനും മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും പ്രത്യേകം കേസ് മാനേജറെ ചുമതലപ്പെടുത്തുന്നതുൾപ്പെടെ വിപുലമായ പരിപാടികളാണ് പദ്ധതിയിലൂടെ നടപ്പിലാക്കുക. രോഗികൾക്ക് അവരുടെ മെഡിക്കൽ ആവശ്യങ്ങൾക്കും പോളിസി കവറേജിനും അനുസൃതമായി സേവനങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. യാത്രാ സമയത്തുൾപ്പെടെ മരുന്നുകൾ എത്തിച്ചു നൽകുന്നതിനും ആവശ്യമായ സന്ദർഭങ്ങളിൽ ഹോം നഴ്സിംഗ് സേവനങ്ങൾ ഒരുക്കുന്നതിനും സപ്പോർട്ട് പ്രോഗ്രാമിൽ സൗകര്യമുണ്ട്.